ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കണ്ടുമുട്ടുവാൻ സർവശക്തൻ ഇടം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് എൻ്റെ ശ്രോതാക്കളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ശുശ്രൂഷയുടെ മുൻപോട്ടുള്ളതായ പ്രയാണത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകുന്നതിന് വേണ്ടി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ കേൾവിക്കാരെ അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ അങ്ങയുടെ ദൂതന്മാരാൽ കാവൽ ചെയ്യണം. മാനവും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകല യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ദൈവവുമായിട്ടുള്ള അഥവാ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം. യോഹന്നാൻ 15:14 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതർ ആകും. ഇവിടെ ദൈവത്തോട് ഒരു സ്നേഹബന്ധം കെട്ടിപ്പടുക്കുവാനായിട്ട്, ദൈവവുമായിട്ട് ഒരു ഈടാർന്ന ബന്ധം നമുക്കുണ്ടാക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഞാനും നിങ്ങളും കർത്താവ് അഥവാ ദൈവം നമ്മളോട് ആജ്ഞാപിക്കുന്നത് പോലെ, കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാൻ സാധ്യമാകും. എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകുന്നത്? ടു കീപ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുശാസിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അപ്രകാരം ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധ്യമായാൽ, നമുക്ക് ദൈവവുമായി ഒരു ഈടാർന്ന ബന്ധമുണ്ടാക്കുവാനും ദൈവവുമായി നമുക്കൊരു സുഹൃത്ത് ബന്ധമുണ്ടാക്കുവാനും ഇടയായിത്തീരും. നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കണമെന്ന്? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തത സഹചാരിയായി നിങ്ങളോട് കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്ന് നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ തീരുമാനമെടുക്കുകയും ദൈവം തന്നെ നയിച്ച വഴികളിൽ കൂടി സഞ്ചരിപ്പാൻ തീരുമാനമെടുക്കുകയും ചെയ്തപ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതായി തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് അബ്രഹാമിനെ പോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹിതനായി, ഒരു സുഹൃത്തായിട്ട് പോകുവാൻ ആഗ്രഹമില്ലേ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ആ വഴിയിൽ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവവുമായ ഒരു ഈടാർന്ന ബന്ധം, അതോടൊപ്പം തന്നെ ഒരു സുഹൃത്ത് ബന്ധം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? 2 ദിനവൃത്താന്തം 20:7 വാക്യം ഇപ്രകാരം പറയുന്നു. അതിൻ്റെ അവസാന ഭാഗമാണ്. അതിപ്രകാരം പറയുന്നു: നീ അത് നിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുക്കുമല്ലോ. എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവവുമായിട്ട് നമുക്കൊരു ഈടാർന്ന ബന്ധം കെട്ടിപ്പടുക്കുവാൻ സാധ്യമാകുമ്പോൾ, ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ നാം അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകുവാനും ദൈവം നമുക്ക് നൽകുന്നതായ ആ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാനും സാധ്യമാകും എന്ന് വേദപുസ്തകം പറയുന്നു. അതിനൊക്കെയും അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിരിക്കണം. ദൈവത്തോടൊപ്പം അഥവാ ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന അനുഭവമുണ്ടാകണം. ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ, നമുക്ക് ദൈവവുമായി ഈടാർന്ന ബന്ധമുണ്ടാകുമ്പോൾ, നാം ഓരോരുത്തരും ദൈവത്തോടൊപ്പം നടക്കുന്നു എങ്കിൽ നമുക്ക് പരസ്പര വിശ്വാസമുണ്ടായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നാം എത്രമാത്രം ദൈവവുമായിട്ടൊരു ഈടാർന്ന ബന്ധത്തിലാകുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്ക് അഥവാ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ഈടാർന്ന ബന്ധമുണ്ടോ എന്ന് ഈ സമയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ദൈവം അഥവാ ക്രിസ്തു നമ്മെ എല്ലാവരെയും ഒരു സാഹോദര്യ സ്നേഹത്തിലാണ് വഴി നടത്തുന്നത്, അഥവാ ബ്രദർലി ലവ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്:
സ്നേഹിതൻ നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. ഒരു സ്നേഹിതൻ എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും നിർവ്യാജമായിട്ട് സ്നേഹിക്കുന്നവനായിരിക്കണം. യാതൊരു പ്രതിഫല ഇച്ഛയും ആഗ്രഹിക്കാത്തവനായിരിക്കണം. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. പലപ്പോഴും നമുക്കറിയാം, സ്നേഹമെന്ന് പറയുന്നത് നിർവ്യാജമായി നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുകയില്ല. സ്നേഹമെന്നത് നാം ഒതുങ്ങുന്നതായ അല്ലെങ്കിൽ നാമും നമ്മളോടൊപ്പമുള്ളതായ കുടുംബങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നു. എന്നാൽ സഹജീവിയെയും നമ്മുടെ സഹപ്രവർത്തകരെയും നമ്മുടെ ചുറ്റുപാടുള്ളവരെയൊക്കെയും സ്നേഹിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ ഓരോരുത്തരുടെയും സാഹോദര്യ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് മാറേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 4:7 പറയുന്നു, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സ്നേഹിക്കുന്നവർ അഥവാ നാം എങ്ങനെയുള്ളവരായിരിക്കണം? സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനെയും ജീവിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയെ നമുക്ക് നൽകിയത് അത് ദൈവത്തിൻ്റെ നിർവ്യാജമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്രകാരം മനുഷ്യരാശിയെ മുഴുവനും ഓരോ ദിവസവും പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് തുടർന്നുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. നമുക്ക് സാഹോദര്യ സ്നേഹത്തിൽ, പരസ്പര ബന്ധത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നതായ കാലയളവുകളിൽ സഹജീവിയെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളത് നാം ദിവസവും കണ്ടുമുട്ടുന്ന വ്യക്തി ജീവിതങ്ങളെ ഒക്കെയും സ്നേഹിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ സ്നേഹം അത് നിർവ്യാജമായിരിക്കണം. അങ്ങനെ നാം സ്നേഹിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഒരു ഉത്തമ സ്നേഹിതനായി എനിക്ക് നിങ്ങൾക്ക് ഇരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. സ്നേഹമില്ലാത്തവെന്ന് പറഞ്ഞാൽ അവന് ദൈവത്തെ അറിയാത്തൊരനുഭവമാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. അടുത്തത് നാം ചിന്തിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം, ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ അത് നിർവ്യാജ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമുക്കറിയാം, നിർവ്യാജമായ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒന്ന് മാത്രം, നാം ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കണം. ഞാൻ ആദ്യമേ പ്രതിപാദിച്ചതുപോലെ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് ദൈവികമാകുന്ന കരങ്ങളിൽ സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നിരന്തരം ക്രിസ്തുവിനോട് ചേർന്നിളക്കുവാനായിട്ട് സാധ്യമാകും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, 2 കൊരിന്ത്യർ 5:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കും പറയുന്നത്, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് അസ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുകയത്ര ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിൻ്റെ നിർവ്യാജ സ്നേഹമെന്ന് പറയുന്നത് തൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകി കാൽവറി ക്രൂശിൽ മരിപ്പാൻ തക്കവണ്ണം താഴ്മ ധരിച്ചതായ ഒരു ദൈവം. ആ ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത്. ആ ക്രിസ്തുവിനെയാണ് നമ്മുടെ സുഹൃത്തായിട്ട് നാം ഉൾക്കൊള്ളുന്നത്. ആ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി. ആ ക്രിസ്തുവാണ് നമ്മെ ദൈനംദിന ജീവിതത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് പലപ്പോഴും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എന്തെല്ലാം നാം ക്രിസ്തുവിനായി ചെയ്യുന്നത്, എന്തെല്ലാം നാം അവൻ്റെ വേലയെ തികയ്ക്കുവാനായിട്ട് പ്രവർത്തിക്കുന്നത്, അതൊക്കെയും ഞാനും നിങ്ങളും ഓർത്തിരിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എങ്കിൽ അവൻ ക്രിസ്തുവിനായി ജീവിക്കുന്നവനായിരിക്കണം. അവൻ ഈ ലോകത്തിന് അനുരൂപനായി ഒരിക്കലും ജീവിക്കുവാൻ ആഗ്രഹിക്കരുത്. കാരണം അവൻ ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ആ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും ദൈവം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടണമെന്നുള്ളതും ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതും
ഓരോ ദൈവ പൈതലിൻ്റെയും ഉത്തരവാദിത്വമാണ്. കാരണം നാം ജീവിക്കുന്ന ഈ കാലയളവ് വളരെയധികം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതയും കണ്ണുനീരും രോഗവുമുള്ളതായ ഒരു കാലഘട്ടം, മനുഷ്യൻ ജീവിക്കുവാൻ കഴിയാത്തതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നാം സഹജീവിയോട് എപ്രകാരം ഇടപെടുന്നു എന്നുള്ളതും വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്നു. ക്രിസ്തു തൻ്റെ മക്കളെ സ്നേഹിച്ചതുപോലെ നിർവ്യാജ സ്നേഹത്തിൻ്റെ ഉടമകളായി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി ഇരിക്കുന്ന ഞാനും നിങ്ങളും അവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ തന്നെ എപ്രകാരമുള്ളവരായിരിക്കണം? ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരായി തീരണം. ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? വേദപുസ്തകം പറയുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നാണ്. ക്രൈസ്റ്റ് സാക്രിഫൈസ്. എങ്ങനെയാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്? അവൻ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായി തൻ്റെ രക്തം കാൽവറിയിൽ ഊറ്റി നൽകിയെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ആകയാൽ ലോകസ്ഥാപനം മുതൽ അവർ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തിയിരിക്കുന്നു. നമ്മൾ നോർത്ത് നോക്കുക, കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് പാപപരിഹാരം നൽകി എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുകയാണ്. അവൻ സകല അധർമ്മവും നമ്മിൽ നിന്ന് നീക്കിക്കൊണ്ട് സൽപ്രവർത്തിക്ക് യോഗ്യരാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റിയിരിക്കുകയാണ്. കർത്താവിൻ്റെ പാത പിന്തുടരുവാനായി ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും എത്രമാത്രം ക്രിസ്തു ചെയ്തിരിക്കുന്നത് പോലെയുള്ളതായ സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി യാഗമാകുവാനോ ബലിയാകുവാനോ കഴിയുകയില്ല. പക്ഷേ അനേകർക്ക് വേണ്ടി നിർവ്യാജ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമെന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. നാം ഏതവസ്ഥയിലാണോ, നാം എവിടെയാകുന്നു, നാം എങ്ങനെയാണ്, ഏത് തൊഴിൽ മേഖലകളിൽ ആകുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ല. മറിച്ച് ഓർത്തിരിക്കേണ്ടത്, ദൈവം നമ്മെ ഈ നാളുകളിൽ ഇപ്രകാരം ഒരവസ്ഥയിലാക്കിയിരിക്കുന്നത് തൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനാണ്. നാം ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ നമ്മളിൽ കൂടി അനേകർക്ക് ക്രിസ്തുവിനെ ദർശിക്കുവാൻ കഴിയും. അനേകർ നമ്മളിൽ കൂടി ക്രിസ്തുവിനെ ദർശിക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരായി മുൻപോട്ട് ജീവിപ്പാൻ ഇടയായിത്തീരും. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മളെങ്ങനെയാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം? എ ലിവിങ് സാക്രിഫൈസ്. നമുക്ക് ജീവനുള്ള യാഗമായി മാറുവാനായിട്ട് സാധ്യമാകണം. കാരണം നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെയൊരു ജീവനുള്ള യാഗമായി മാറണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറണമെങ്കിൽ, ഇവിടെ പറയുകയാണ്, അടുത്ത വാക്യം 2-ാമത്തെ വാക്യം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരായി നാം ജീവിക്കുവാൻ പാടില്ല. നാം ജീവിക്കേണ്ടത് എപ്രകാരമാണ്? അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നാം ജീവിക്കേണ്ടത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെട്ടുകൊണ്ട് വേണം നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സാധ്യമാകുന്നത്. എങ്ങനെയാണ് നമുക്കൊരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട് ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതം? ജീവനുള്ള യാഗം നമ്മളിൽ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഈ നാളുകളിൽ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവനുള്ള യാഗമായി തീരുവാൻ നാം പാപം മറയ്ക്കുന്നവരാണോ? പ്രാശ്ചിത്തം ചെയ്യുന്നതാണോ? യാഗം കഴിക്കുന്നതോ കാണിക്ക കൊടുക്കുന്നതോ പള്ളിയിൽ പോകുന്നതോ ഒക്കെയാണോ നാം ജീവനുള്ള യാഗമായി കാണുന്നത്? എങ്ങനെയാണ്? നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഗീവ് യുവർ സെൽഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കുക. ദൈവം നിങ്ങളെ മാനപാത്രങ്ങളായി ദൈവത്തിന് ഹിതമാം വണ്ണം എടുത്ത് ഉപയോഗിക്കുവാൻ
ദൈവമേ, എൻ്റെ ജീവിതത്തെ ഞാൻ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്രകാരം ഒരു സമർപ്പണമുള്ള, ഒരു പ്രതിഷ്ഠയുള്ള ഒരു ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത് എന്ന് ഓരോ ദിവസവും വിലയിരുത്തേണ്ടതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാങ്ങളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു തന്നു. ആരാണ്? നമ്മുടെ അരുമരക്ഷകനായ ക്രിസ്തു. ക്രിസ്തു എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാങ്ങളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു തന്നു. ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നില്ലായിരുന്നുവെങ്കിൽ, ഇന്നും ജീവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുവാനോ, ക്രിസ്തുവിനെ അംഗീകരിക്കുവാനോ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനോ, ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനോ, ക്രിസ്തുവിനുമായി ഒരു സൗഹാർദ്ദം ഉണ്ടാക്കുവാനോ ഒരിക്കലും മനസ്സ് വയ്ക്കില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നാം ചെയ്യേണ്ടത്, ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി എന്നെന്നും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അങ്ങനെ ആയിത്തീരണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുന്നവരായിരിക്കണത്. ലോ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ. എന്താണ് ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ? 1 കൊരിന്ത്യർ 9:12 പറയുന്നു, ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവരെ പോലെയായി എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ന്യായപ്രമാണത്തെയോ അല്ലെങ്കിൽ ദൈവകൽപ്പനയോ അനുസരിക്കാത്തതായ ജനത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ രക്തം നൽകി കാൽവറിയിൽ യാഗമായി തീർന്നുകൊണ്ട് എല്ലാ മനുഷ്യനെയും ഒന്നായി കാണുവാൻ, അവിടെ യാതൊരു വേർതിരിവുമില്ല, അവിടെ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ സർവ മനുഷ്യർക്കും വേണ്ടി, ന്യായപ്രമാണമില്ലാത്തവർക്ക് വേണ്ടി, അവരെ നേടുന്നതിന് വേണ്ടി കർത്താവ് യാഗമായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഓർത്തിരിക്കണം, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയും ദൈവത്തെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ സാത്താൻ പോലും ചോദിച്ചു, ഞാൻ എപ്രകാരം, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് പറഞ്ഞത് എന്താണ് സാത്താൻ? നീ എന്നെ വീണ് നമസ്കരിച്ച് ഞാൻ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. ക്രിസ്തു അപ്രകാരം പിശാചിൻ്റെ വഴിയിലേക്ക് വശംവദനാകുകയല്ല, മറിച്ച് ക്രിസ്തു പിശാചിനെ ദൈവവചനത്താൽ ചെറുത്തു തോൽപ്പിച്ചു. എങ്കിൽ ഈ നാളുകളിൽ ഞാനും നിങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ദൈവത്തെ മറുത്ത് കളയാതെ, ക്രിസ്തുവിനെ തള്ളിക്കളയാതെ, ക്രിസ്തുവിൻ്റെ വഴിയിൽ ജീവിക്കുവാൻ വേണ്ടി ക്രിസ്തുവിനായി സമർപ്പണമുള്ളവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മാതൃകയായിരിക്കണം. ക്രിസ്തു നൽകിയിരിക്കുന്നതായ വഴികളിൽ, അവൻ കാണിച്ചു തന്നതായ പാതയിൽ അവനോടൊപ്പം നടക്കുവാൻ തക്കവണ്ണം യോഗ്യരായി തീരണം. നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം. പലപ്പോഴും നമുക്ക് ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാനായിട്ട് സാധിക്കുന്നില്ല. ക്രിസ്തു കൽപ്പിച്ചതുപോലെ ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ക്രിസ്തുവിൻ്റെ പാത അതെന്താണ് എന്ന് പലപ്പോഴും നാം മറന്നു പോകുന്നു. എന്നാൽ ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത്, ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് സംസാരിച്ചത്, അവൻ്റെ വഴിയിൽ ഞാനും നിങ്ങളും ജീവിക്കുക, ക്രിസ്തുവിനെ പോലെ ജീവിക്കുക, ക്രിസ്തുവിനെ മാതൃകയാക്കുക, അവൻ്റെ സ്നേഹം എന്തേ എന്ന് മനസ്സിലാക്കുക, അവൻ്റെ കരുതലിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ദൈവം പറയുകയാണ്, ഒരു നല്ല സാഹോദര്യ സ്നേഹം നമുക്കുണ്ടായിരിക്കണം.
ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ യാഗം എൻ്റെയും നിങ്ങളുടെയും യാഗമായിരിക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതം ജീവനുള്ള യാഗമായി ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്നു. ക്രിസ്തു കൽപ്പിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ക്രിസ്തു കാണിച്ചു തന്ന പ്രകാരം ക്രിസ്തു ആകുന്നു എല്ലാറ്റിൻ്റെയും കാരണഭൂതൻ. ക്രിസ്തു എന്ന ആ വ്യക്തിത്വമാണ് നമ്മെ എല്ലാവരെയും ഓരോ ദിവസവും നടത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് എന്ത് സ്ഥാനം നൽകുന്നുവോ അതാകുന്നു എന്നെയും നിങ്ങളെയും ശക്തീകരിക്കുന്നത്. ആയതുകൊണ്ട് യേശുവിൻ്റെ പാത പിന്തുടരുന്നതായ ഞാനും നിങ്ങളും ഈ നാളുകളിൽ ഓർത്തിരിക്കേണ്ടത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ആ ശക്തനാക്കുന്ന ക്രിസ്തുവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മാതൃകയാക്കി ക്രിസ്തുവിനെ നമുക്ക് പിന്തുടരാം. നാം ഓരോരുത്തരും ഓരോ ദിവസവും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതൊരീടുറ്റ ബന്ധമായി തീരണം. ദൈവവചനങ്ങൾ പഠിക്കുകയും അത് ധ്യാനിക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് സാക്ഷ്യമുള്ള, ദൈവഭയമുള്ള, സമർപ്പണമുള്ള, മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് ദൈവത്തിൻ്റെ സന്തത സഹചാരികളായ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരായ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം അതേറ്റുകൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഉത്തമ സാക്ഷികളായിട്ട് നാം പാർക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന ഇടത്ത്, നമ്മുടെ സഭകളിൽ, നമ്മുടെ വിശ്വാസികളുടെ മധ്യേ എല്ലായിടങ്ങളിലും സാക്ഷ്യമുള്ളവരായി തീരുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം കണ്ട് അനേകർ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹിതനായി കൂടെയുണ്ട് എന്ന് ലോകത്തിന് സാക്ഷ്യമായി തീരുവാൻ സർവശക്തൻ നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും തൻ്റെ ചിറകിൻ മറവിൽ കാത്തു പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം തുടർന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ മാതൃകയുള്ള സന്തത സഹചാരിയായി, സ്നേഹിതനായി എന്നെന്നും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു നല്ല വഴികാട്ടിയായി, ഞങ്ങളെ നേരായ പാതയിൽ നയിക്കുന്ന ഒരു വ്യക്തിയായി അടിയങ്ങളോട് കൂടെ ഇരിക്കണം. നന്മകളും കൃപകളും നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കേൾവിക്കാരെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കുടുംബമായി, വ്യക്തികളായി അവരെ അനുഗ്രഹിക്കണം. മാനവും മഹത്വവും നെടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആ നമ്പറിലേക്ക് പ്രത്യേകം ബന്ധപ്പെടുക. താങ്ക് യു.